ആസന്നമായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലുടനീളം ജനങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുക. ഈ വാർഡിൽ മത്സരിക്കുന്ന ശ്രീ നമ്പിടി നാരായണൻ നേരത്തെ ഇവിടെ കൗൺസിലറായിരുന്നു, കൗൺസിൽ പാർട്ടിയുടെ ലീഡറായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല, എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഒരുപാട് കാലം ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉള്ളപ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു ജനകീയനായ പൊതുപ്രവർത്തകനാണ് ശ്രീ നമ്പിടി നാരായണൻ അവറുകൾ. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് ഈ മണ്ഡലത്തിൽ, ഈ വാർഡിൽ. കോഴിക്കോട് കോർപ്പറേഷനിലും ഇത്തവണ വലിയ മുന്നേറ്റമാണ് NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 7 സീറ്റിലാണ് നമ്മൾ വിജയിച്ചതെങ്കിലും 23 സീറ്റിൽ നമ്മൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്തായിരുന്നു. കുറച്ചധികം സീറ്റുകളിൽ നമ്മൾ കുറഞ്ഞ വോട്ടിന് 3ാം സ്ഥാനത്തേക്ക് പോയ വാർഡുകളുമുണ്ട്. അതുകൊണ്ട് UDF-നും ഒരു കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കോർപ്പറേഷനായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ. ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? BJP NDA അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് മറ്റേത് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? അത്രമാത്രം ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാലമാണിത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ പാവപ്പെട്ടവരെല്ലാം ഇല്ലാതാക്കി, അവരെല്ലാം ദാരിദ്ര്യമുക്തമായി, അതിദാരിദ്ര്യമുക്തമായി എന്ന് PR പ്രചരണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. ഇന്നലെ ഒരു മലയാളം ചാനൽ കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ അവരുടെ വീടിന്റെ ഒരു ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വാർത്തയായിട്ട് കൊടുത്തിരുന്നു. ഒരു വെറും ടാർപോളിൻ കെട്ടിയ ഷെഡിൽ ഒരടിസ്ഥാന സൗകര്യവുമില്ലാതെ, കറണ്ടില്ലാതെ, ചുമരില്ലാതെ, വാതിലില്ലാതെ, വെളിച്ചമില്ലാതെ, ഒരു ടാർപോളിൻ കെട്ടിയ മേൽക്കൂരയിൽ ഒരു ഷെഡിൽ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം. ഇതാണ് ഇവരിവിടെ പറയുന്ന അതിദാരിദ്ര്യമുക്തമായി കേരളം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെ അനേകായിരങ്ങൾ കേരളത്തിൽ വീടില്ലാതെ, സ്വന്തമായി ഒരു വരുമാനമില്ലാതെ, നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ഭക്ഷ്യധാന്യം, അരിയും ഗോതമ്പും ഉള്ളതുകൊണ്ട് മാത്രം പട്ടിണി കിടന്ന് കൂടാതെ കഴിയുന്ന എത്രയോ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അനേകായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കനിഞ്ഞു നൽകിയിട്ടും അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ, ആവശ്യത്തിനുള്ള സംസ്ഥാന വിഹിതം വെക്കാൻ സാധിക്കാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെ. ഇവിടെ അഴിമതിയും ധൂർത്തും കൊള്ളയും ജനവിരുദ്ധ നയങ്ങളുമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. ആ സർക്കാരിന്റെ ഒരു B ടീമായിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. അവര് ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിലാണ് ഇവിടെ പ്രചാരണം നടത്തുന്നത്. ഇപ്പൊ എല്ലാവരും SIR-ന്റെ പിന്നാലെയാണ്. SIR-ൽ ഒരു കുഴപ്പമില്ല. ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടാവും. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്ന ആളുകൾക്ക് വോട്ട് കിട്ടില്ല, അത് ശരിയാണ്. ഇവിടെ വോട്ടുണ്ടാക്കാൻ പറ്റില്ല. അതല്ലാതെ ഈ നാട്ടിലെ ഒരു പൗരന്റെയും വോട്ടവകാശം നിഷേധിക്കുന്നില്ല. എന്നിട്ടും അതിന്റെ പേരിലാണ് ഇവിടെ പ്രചരണം നടത്തുന്നത്. കോൺഗ്രസും കണക്കാണ്, CPM-ഉം കണക്കാണ്. ഈ രാജ്യത്തെ എല്ലാ തീവ്രവാദ ശക്തികളുമായി ചേർന്നാണ് ഈ 2 മുന്നണികളും മത്സരിക്കുന്നത്. ചെങ്കോട്ടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി UDF-ന്റെ സഖ്യകക്ഷിയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വലിയ മതേതരവാദി എന്ന് പറയുന്ന പാണക്കാട് തങ്ങൾ പോലും മലപ്പുറം ജില്ലയിൽ ഉടനീളം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികൾ കൂടെ പ്രഖ്യാപിക്കുക. രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചാണ്, മതഭീകരവാദികളെ കൂട്ടുപിടിച്ചാണ് UDF ഇവിടെ മത്സരിക്കുന്നത്. LDF-ഉം അതിനോട് മത്സരിക്കും. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉടനീളം അത്തരത്തിലുള്ള മതഭീകരവാദ ശക്തികളുണ്ട്, അധോലോക സംഘങ്ങളുണ്ട്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നത് കാരാട്ട് ഫൈസലാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് ഫൈസലിന് ടിക്കറ്റ് കൊടുത്തതിനെതിരെ പാർട്ടി ഒന്നടങ്കം ശക്തമായ പ്രതിഷേധം ഉയർത്തി. പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി 0 വോട്ടാണ് കിട്ടിയത്. പണക്കാരുടെയും
മാഫിയകളുടെയും അധോലോക സംഘങ്ങളുടെയും കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് ഭരണകക്ഷി. പ്രതിപക്ഷമാവട്ടെ മതതീവ്രവാദികളോടൊപ്പം നിന്നാണ് വോട്ട് പിടിക്കുന്നത്. ശബരിമലയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ശംഭു നമ്പൂതിരിയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്താ നടക്കുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് SIT രൂപീകരിക്കാൻ നിർദ്ദേശിച്ചതാണ്. എല്ലാ റിപ്പോർട്ടുകളും, ചോദ്യം ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ഹൈക്കോടതിയെ മുദ്രവെച്ച കവറിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പലതും പ്രത്യേക അന്വേഷണ സംഘം മുക്കുകയാണ്. കാരണം സ്വർണ്ണക്കൊള്ളക്കാരന് നേതൃത്വം നൽകിയ പോറ്റി ആദ്യം കൊടുത്ത മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും പത്മകുമാറിനെ കുറിച്ചും വാസവനെ കുറിച്ചും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിനെ കുറിച്ചും എല്ലാം ഉള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള മൊഴിയാണത്. ആ മൊഴിയിൽ പല കാര്യങ്ങളും ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല. വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു, അതിവേഗത്തിൽ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കും. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ മകൻ IG ആണ്. അത്ര വലിയ സ്വാധീനം ഈ സർക്കാരിലുണ്ട്. തെളിവുകൾ നശിപ്പിക്കും. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് വൈകിക്കരുത്. ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ രേഖകളും പിടിച്ചെടുത്തുകൊണ്ട് ശക്തമായ അന്വേഷണം വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണ സംഘം നീട്ടിക്കൊണ്ടുപോവുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രധാനപ്പെട്ട കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും അനന്തമായി ആ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നത് സുപ്രധാനമായ പല തെളിവുകളും നശിപ്പിക്കാനാണ്. നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്, സിറ്റിംഗ് MLA ആണ്, ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ പ്രശാന്തുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവനുണ്ട്. അവരുടെ എല്ലാം മുകളിൽ കാരണഭൂതനുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെല്ലാം ചേർന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പോറ്റിയോ 2 ദേവസ്വം ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോ മാത്രമല്ല, ഉന്നതന്മാരുടെ അറിവോടുകൂടിയാണ്, CPM-ലെ ഉന്നതന്മാരുടെ അറിവോടുകൂടിയാണ്, സർക്കാരിലെ തലപ്പത്തിരിക്കുന്നവരുടെ അറിവോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത്. അവിടേക്ക് ഈ കേസ് എത്താതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചില കണ്ണിൽ പൊടിയിടാനുള്ള അറസ്റ്റുകൾ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം സത്യസന്ധമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ചില സാക്ഷികളെ ഇനി ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വീട് കൊണ്ടുപോയി ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കളും അവിടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് അവർ പൂജ ചെയ്യിപ്പിച്ച് അവരുടെ അടുത്ത് കാശ് തട്ടിയവരാണ്. അവരെല്ലാം ചിലപ്പോൾ നിരപരാധികളായിരിക്കും. അവരെയൊക്കെ നീ മൊഴിയെടുക്കുന്നത് വരെ കടകംപള്ളിയെയും മറ്റും അറസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ് വൈകുന്നത്? വളരെ ബോധപൂർവമാണ്. SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ സത്വര നടപടി വേണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ കാര്യത്തിൽ കേരള പോലീസിന് ശരിയായ നിലയിൽ ഇത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളെ അടിയന്തരമായി അന്വേഷണം കൈമാറണമെന്നുള്ളതാണ് NDA-യുടെയും BJP-യുടെയും ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. 6 മണിക്ക് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണാനില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിസഭയിലെ തന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കുടുങ്ങിയിട്ടും
ഒരക്ഷരം ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അതിന് കാരണം ഈ കള്ളക്കളിയാണ്. വസ്തുതകൾ പുറത്തു വന്നാൽ CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം വിവസ്ത്രരാക്കപ്പെടും. അതാണ് സത്യം. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം. ശരിയായ അന്വേഷണം നടക്കണം. ഹൈക്കോടതി പറഞ്ഞ പോലെ കൃത്യമായി വേഗതയിൽ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മുഖ്യ പ്രതികളിലേക്ക് പോവാതിരിക്കാനാണ് ഏറ്റവും ചുരുങ്ങിയത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് പോവാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഈ നാട്ടിലെ വിശ്വാസി സമൂഹം, ജനാധിപത്യ സമൂഹം ഉണർന്നെണീറ്റ് ഈ സർക്കാരിന് തിരിച്ചടി കൊടുക്കാനുള്ള ഒന്നാം തരം അവസരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും അടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വൻതോതിൽ പണം കേന്ദ്രത്തിൽ ലഭിച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് പിടിപ്പുകേട് കൊണ്ടാണ് ഒരു പദ്ധതിയും ഇവിടെ വിജയിക്കാത്തത്. ജൽജീവൻ മിഷൻ സ്തംഭിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന, അർബൻ PMAY അവതാളത്തിലായി. നമ്മുടെ വയോവന്ദൻ യോജന പൂർണ്ണമായിട്ടും അവതാളത്തിലായി. ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി തകരാറിലായി. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പിനെ വോട്ടർമാർ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പന്നിയങ്കര വാർഡിലും 37ലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയിൽ രേഖപ്പെടുത്തി NDAക്ക് വലിയ ഭൂരിപക്ഷം നൽകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ ശ്രീ നമ്പിടി നാരായണനും ശ്രീ രതീഷിനും ഉജ്ജ്വലമായിട്ടുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ കാര്യാലയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.